വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മൾ പുതിയൊരു പോർഷനിലേക്ക് കടക്കണം. പോവർട്ടി ഇൻ ഇന്ത്യ, 4th ചാപ്റ്റർ, ഇന്ത്യൻ എക്കോണമി 4th ചാപ്റ്റർ, പോവർട്ടി ഇൻ ഇന്ത്യ. അതിൽ ലാസ്റ്റ് പോർഷൻ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ഏരിയയിൽ നമ്മൾ, ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി. ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ നടപടികളാണ് ഗവൺമെൻറ് തലത്തിൽ കൈക്കൊണ്ടത്? ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു ഡിസ്കഷൻ, ഇന്നത്തെ ഡിസ്കഷൻ പ്രധാനമായിട്ടും. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ എല്ലാ പഞ്ചവത്സര പദ്ധതികളിലും നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു വിഷയമായി. ഇതെന്തൊക്കെയാണ്? അതിലൊന്ന് പറയുന്നത് ടു അച്ചീവ് എക്കണോമിക് ഗ്രോത്ത് എന്നാണ്. സാമ്പത്തിക വളർച്ച നേടുക എന്നുള്ളതാണ്. ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച നേടുക. ആ സാമ്പത്തിക വളർച്ചയുടെ ഗുണങ്ങൾ ദരിദ്രർക്കും കിട്ടും, അല്ലെങ്കിൽ ദരിദ്രരിലും എത്തിച്ചേരും എന്നുള്ളൊരു ആശയമാണ്. അതിനാണ് ട്രിക്കിൾ ഡൗൺ തിയറി എന്നൊക്കെ പറയുന്നത്. ട്രിക്കിൾ ഡൗൺ തിയറി. സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഗുണങ്ങൾ ദരിദ്രർക്കും എത്തും, ദരിദ്രരിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന പറയുന്നത് ട്രിക്കിൾ ഡൗൺ. അതിനെയാണ് ട്രിക്കിൾ ഡൗൺ തിയറി എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ സാമ്പത്തിക വളർച്ച നേടുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രമമായി നടന്നത്. എന്നാൽ ഇത് അത്ര ഫലപ്രദമായിരുന്നില്ല. സാമ്പത്തിക വളർച്ച ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം, പക്ഷേ നമുക്ക് ദാരിദ്ര്യം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ പ്രോഗ്രാംസ്, പുള്ളപ്പ് തിയറി എന്ന് പറയും, എംപ്ലോയ്മെന്റ് ജനറേഷൻ, ദരിദ്രരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രത്യേക പരിപാടികൾ, പുള്ളപ്പ് തിയറി എന്ന് പറയാം. ദരിദ്രോദ്ധാരണ പരിപാടികൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പുള്ളപ്പ് തിയറി ദരിദ്രരെ ആ ദരിദ്രാവസ്ഥയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരും, അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന പരിപാടിയാണ് പുള്ളപ്പ് തിയറി എന്ന് പറയും. അതിൽ പ്രധാനമായിട്ട് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസ് ആണ് ഉണ്ടായിരുന്നത്. വേറൊന്ന് പ്രൊവൈഡിങ് മിനിമം അമ്യൂണിറ്റീസ് ടു പുവർ പീപ്പിൾ, ദരിദ്രർക്ക് അത്യാവശ്യങ്ങൾ നൽകുന്ന പരിപാടി. അങ്ങനെ ആ അത്യാവശ്യം നൽകുന്നതിലൂടെ ദരിദ്രാവസ്ഥ മാറ്റുക എന്നുള്ളതാണ് മറ്റൊരു പരിപാടി. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ടു അച്ചീവ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസ് ആൻഡ് പ്രൊവൈഡിങ് മിനിമം അമ്യൂണിറ്റീസ് ടു പുവർ പീപ്പിൾസ്, ആ രൂപത്തിൽ നമുക്ക് ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളെ നമുക്ക് തരംതിരിച്ച് പറയാം. അതിലൊന്ന് റിലയിങ് ഓൺ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയെ ആശ്രയിക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി സാമ്പത്തിക വളർച്ചയെ ആശ്രയിക്കുക. അതിനാണ് നമ്മൾ എന്താ പറയുക, ട്രിക്കിൾ ഡൗൺ തിയറി എന്നൊക്കെ പറയുന്നത്. സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്ന സമയത്ത് അത് ദരിദ്രരിലേക്കും കിനിഞ്ഞിറങ്ങൽ സിദ്ധാന്തം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുന്നത്. ദെൻ അനദർ വൺ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസ്, തൊഴിൽ ഉൽപാദന പരിപാടികൾ, തൊഴിൽ ദാന പരിപാടികൾ. അതാണ് രണ്ടാമത്തെ ഒരു പ്രോഗ്രാം. ഈ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും ഒക്കെ നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, സ്വയം തൊഴിൽ പദ്ധതികൾ, അതുപോലെ തന്നെ കൂലിക്ക് തൊഴിൽ, അല്ലെ തൊഴിലിന് കൂലി, അങ്ങനെ രണ്ട് പ്രോഗ്രാംസ് ആണ് നടപ്പിലാക്കിയത്. ഒന്ന് സ്വയം തൊഴിൽ പരിപാടി, സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. അത് സർക്കാർ തൊഴിൽ നൽകുന്ന പരിപാടിയാണ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ചില സമൂഹത്തിൽ ആസ്തികൾ സൃഷ്ടിക്കുന്നതിലൂടെ, റോഡുകൾ ഉണ്ടാക്കുക, പുതുപാലങ്ങൾ, അങ്ങനെയുള്ള പൊതുവായ കാര്യങ്ങൾ, പൊതു ആസ്തികൾ ഉണ്ടാക്കുന്നതിലൂടെ ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന പരിപാടിയാണ് എന്ന് പറയുന്നത് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കുറേ പദ്ധതികൾ ഇന്ത്യയിൽ നടക്കാറുണ്ട്. SGSY, PMRY, REGP, SJSRY, JRY, NRY, ദെൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, NREGP, തൊഴിലുറപ്പ് പരിപാടി. ഇങ്ങനെ കുറേ പരിപാടികൾ നമ്മൾ ഇന്ത്യയിൽ സ്വയം തൊഴിൽ പദ്ധതികളും വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പട്ടികയിലൂടെ നമുക്ക് കാണിക്കാം. പട്ടികയിലൂടെ പഠിക്കുന്നുണ്ടാവും. ഈ ഒരു ഡിസ്കഷൻ അവസാനം നമ്മളൊരു പട്ടികയിലൂടെ ഈ സ്പെഷ്യൽ ആൻറ്റി പോവർട്ടി പ്രോഗ്രാംസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇവയെ നമ്മളൊരു പട്ടികയിലൂടെ പരിചയപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും. അതുപോലെ തന്നെ വേറൊന്നാണ് സോഷ്യൽ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ്, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന പരിപാടി. പ്രൊവൈഡിങ് മിനിമം അമ്യൂണിറ്റീസ് ടു പുവർ പീപ്പിൾ, ദരിദ്രർക്ക് അത്യാവശ്യ വസ്തുക്കൾ പ്രദാനം ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ട് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, ഭക്ഷ്യ സുരക്ഷാ പരിപാടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗനവാടികൾ, സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പരിപാടി, മിഡ് ഡേ മീൽസ് ടു സ്കൂൾ ചിൽഡ്രൻ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ്, ഭക്ഷ്യസുരക്ഷാ പരിപാടികളുടെ ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്, പിന്നോക്ക ദരിദ്രർക്ക് വേണ്ടി അവരുടെ സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടിയുള്ള ചില പെൻഷൻ പദ്ധതികൾ, അങ്ങനെയുള്ള കുറേ പ്രോഗ്രാംസൊക്കെയാണ് നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രധാനമായും 3 നടപടികളാണ്, 3
വശങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, റിലൈയിങ് ഓൺ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയെ ആശ്രയിക്കൽ. 2, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. 3, പ്രൊവൈഡിങ് മിനിമം അമ്യൂണിറ്റീസ് ടു ദ പുവർ പീപ്പിൾ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ സ്പെഷ്യൽ ആൻറ്റി പോവർട്ടി പ്രോഗ്രാംസ്, സ്പെഷ്യൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് പട്ടിക രൂപത്തിൽ നമുക്ക് ഇപ്പോൾ പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു. പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം ഒരു എസ്സേ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് വിശദമായിട്ടൊരു നോട്ട് തരികയാണ്. എക്സ്പ്ലെയിൻ ദി പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം ഇൻ ഇന്ത്യ. The government approach to poverty reduction was of 3 dimensions. First one, growth oriented approach. It is based on the expectation that economic growth would spread to all sections of society and will trickle down to the poor sections also. This is known as the trickle down theory, but progress has been slow. Second one, employment generation and income through creation of assets and work. Pull-up theory. The logic of the pull-up theory is that we should not wait for the benefits of economic growth to trickle down to the poor. Instead, the poor have to be pulled up above the poverty line through special anti-poverty programs. These are explained below. First one, self-employment program. Self-employment program, അതിലൊന്ന് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരാജ്ഗാർ യോജന. 1999 സ്റ്റാർട്ട് ചെയ്തത്. SGSY എന്നാണ് ബ്രീഫ് പറയുന്നത്. ഇത് പഴയ 1980 IRDP എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ദിസ് program assisted BPL, poor families, to find self-employment. Since this program led to leakages and corruption, now the beneficiaries are encouraged to form self-help groups, SHGs. They decide to whom the loans are to be given. Now it is known as NRLM, NULM, National Rural Livelihood Mission and National Urban Livelihood Mission. ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി എടുക്കാം. അടുത്തതൊന്നാണ് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന, PMRY. Under PMRY, educated unemployment poor persons are given financial assistance for self-employment. Then Rural Employment Generation Program, REGP. The Khadi and Village Industries Commission, KVIC, is implementing REGP, giving bank loans to set up small industries. ഇത്രയും സ്ക്രീൻഷോട്ട് എടുക്കാം. സ്വർണ്ണ ജയന്തി സഹാരി റോസ്ഗാർ യോജന, SJSRY, is both self-employment and wage employment program in urban areas. JRY in rural areas
NRY in urban areas provide gainful employment. The National Rural Employment Guarantee Program NREGP 2005 സ്റ്റാർട്ട് ചെയ്ത്. ഇറ്റ് guaranteed wage employment for 100 days a year. Now renamed as MGNREGP. In 2013-14, 5 crores households got employment. ഇതാണ് തൊഴിലുറപ്പ് പരിപാടി എന്ന് പറയുന്നത്. NREGP ആണ് തൊഴിലുറപ്പ് പരിപാടി എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. Then National Food for Work Program NFWP and Sambhurna Gramin Rozgar Yojana SGRY are other important wage employment programs. ഇത്രയും സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി തേർഡ് പ്രോഗ്രാം, പ്രൊവൈഡിങ് മിനിമം ബേസിക് amenities to the poor people. To improve standard of living of poor people, public expenditure in areas like education, health, sanitation, communication, electricity, nutrition, housing and water supply has to be increased. Then food security program like PDS, public distribution system, പൊതുവിതരണ സമ്പ്രദായം, ICDS, Integrated Child Development Scheme, ICDS, MDMS, midday meals to school children, etc. Social security programs for informal employment sector, insurance and old age pensions, etc. Providing minimum amenities to the poor people. അത് സ്ക്രീൻഷോട്ട് എടുക്കാം. A critical assessment. Resources allocated for various programs are not sufficient. The implementation agencies' bureaucracy are insufficient and corrupt. Fund leakages make the program very inefficient. Benefits of some programs have been appropriated by the non-poor. ഇത്രയാണ് ഇതിൻ്റെ വിമർശനങ്ങൾ. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളുടെ വിമർശനങ്ങളാണ് ഇത്രയും പറയുന്നത്. സ്ക്രീൻഷോട്ട് എടുക്കാം. ക്രിട്ടിക്കൽ അസസ്മെൻറ്റ്.